ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ യൂണിറ്റ് 4 ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ് എന്ന പാഠഭാഗമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഹൈപ്പും ചെയ്തേക്കണേ. അപ്പോൾ പിന്നെ പഠിക്കാമല്ലോ. ഫുഡ് ഈസ് അവർ കോമൺ ഗ്രൗണ്ട്, എ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ്. ആഹാരമാണ് നമ്മെ ഒരുമിപ്പിക്കുന്ന പൊതുഘടകം. ലോകം മുഴുവൻ അങ്ങനെ തന്നെ. ഇത് പറഞ്ഞത് ജെയിംസ് ബിയർഡാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ. ഇവിടെ തന്നിരിക്കുന്ന പിക്ചറുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങളുണ്ട്, നോക്കാം. വാട്ട് ഈസ് ദ ഗേൾ ഡൂയിങ്? പെൺകുട്ടി എന്താണ് ചെയ്യുന്നത്? ദ ഗേൾ ഈസ് ഈറ്റിംഗ് ഫുഡ്. ആ ഗേൾ ഫുഡ് കഴിക്കുകയാണ്. അടുത്ത ചോദ്യം നോക്കൂ. വാട്ട് വിൽ യു ഡു ഇഫ് സമ്മോൺ കംസ് ടു യുവർ ഹൗസ് വൈൽ യു ആർ ഹാവിങ് യുവർ ഫുഡ്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ ആരെങ്കിലും വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും? ഐ വിൽ ഇൻവൈറ്റ് ദം ടു ഷെയർ മൈ ഫുഡ്. ഞാൻ അവരെ ക്ഷണിച്ച് അവർക്ക് എൻ്റെ ഫുഡ് ഷെയർ ചെയ്യും. നിങ്ങൾ ഭക്ഷണം ഷെയർ ചെയ്യുമോ മക്കളെ? കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. ഹിയർ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അബൌട്ട് എ സ്പെഷ്യൽ സൂപ്പ്. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. ഒരു പ്രത്യേകതരം സൂപ്പിനെ കുറിച്ചിട്ടുള്ള കഥയാണ്. നമുക്ക് വായിച്ച് ആസ്വദിക്കാം. എന്താ കഥയുടെ പേര്? ദ സ്റ്റോൺ സൂപ്പ്. കല്ല് സൂപ്പ് കുടിച്ചിട്ടുള്ള കുട്ടികളെന്ന് കൈപ്പൊക്കിയേ. അപ്പോഴേ കുഞ്ഞുങ്ങളെ, നമുക്കിനി ദ സ്റ്റോൺ സൂപ്പ് എന്ന കഥയുടെ മായാ ലോകത്തിലേക്ക് പോകാം. ദ ജേർണി എന്ന് വെച്ചാൽ എന്താ? യാത്ര. ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി ഡേ. അതൊരു ചൂടുള്ള തെളിഞ്ഞ ദിവസമായിരുന്നു. എ യങ് ട്രാവലർ റീച്ച്ഡ് എ വില്ലേജ്. ഒരു യുവയാത്രികൻ ഒരു ഗ്രാമത്തിലെത്തി. വില്ലേജ്, ഗ്രാമം. ഹി വാസ് എക്സോസ്റ്റഡ് ആൻഡ് ഹംഗ്രി. അവൻ വിശന്നു തളർന്നിരുന്നു. ദ സ്ട്രീറ്റ്സ് വെയർ എംപ്റ്റി. തെരുവുകൾ ശൂന്യമായിരുന്നു, എംപ്റ്റി ആയിരുന്നു. എവരി വിൻഡോ ആൻഡ് ഡോർ വാസ് ലോക്ക്ഡ്. എല്ലാ ജനലുകളും വാതിലുകളും അടഞ്ഞു കിടന്നിരുന്നു, ലോക്കായിട്ട് കിടന്നിരുന്നു. ദ വില്ലേജ് സീംഡ് എൻ അൺഫ്രണ്ട്ലി പ്ലേസ്. ഒട്ടും സൗഹൃദപരമല്ലാത്ത ഒരു സ്ഥലം പോലെ ആ വില്ലേജ് കാണപ്പെട്ടു. സീംഡ് കാണപ്പെട്ടു. ദ ഹോപ്പ്, പ്രതീക്ഷ. അറ്റ് ലാസ്റ്റ് ഹി കെയിം ടു എ സ്മോൾ കോട്ടേജ്. അവസാനം അവൻ ഒരു ചെറിയ കുടിലിനടുത്ത് എത്തി. കോട്ടേജ്, കുടിൽ. ഹി നോക്ക്ഡ് അറ്റ് ദ ഡോർ. അവൻ വാതിലിൽ മുട്ടി. എൻ ഓൾഡ് വുമൺ പീക്ക്ഡ് ഔട്ട് ആൻഡ് ഓപ്പൺഡ് ദ ഡോർ. ഒരു വൃദ്ധ പുറത്തേക്ക് എത്തി നോക്കിയിട്ട് വാതിൽ തുറന്നു. പീക്ക്, എത്തി നോക്കുക. നോക്ക്, മുട്ടുക. ഹു ആർ യു? ഷീ ആസ്ക്ഡ്. നീ ആരാണ്? അവർ ചോദിച്ചു. ഐ ആം എ ട്രാവലർ ആൻഡ് ഐ ആം വെരി ഹംഗ്രി, ഹി സെഡ്. ഞാനൊരു യാത്രികനാണ്, എനിക്ക് വല്ലാതെ വിശക്കുന്നു, അവൻ പറഞ്ഞു. കുഡ് യു പ്ലീസ് ഗീവ് മീ സംതിങ് ടു ഈറ്റ്? എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരാൻ നിങ്ങൾക്ക് കഴിയുമോ? ഓ, വി ആർ ഓൾ വെരി പുവർ, ദ വുമൺ സെഡ്. ഓ, ഞങ്ങളെല്ലാവരും വളരെ പാവപ്പെട്ടവരാണ്, ആ സ്ത്രീ പറഞ്ഞു. പുവർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ. വി ഡോണ്ട് ഹാവ് ഇനഫ് ഫുഡ് ഫോർ അവർ സെൽവ്സ് ആൻഡ് ഷീ ക്ലോസ് ദ ഡോർ. ഞങ്ങൾക്കുള്ള ഭക്ഷണം പോലും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ വാതിൽ അടച്ചു. ഇവിടെ 2 ചോദ്യം ഉണ്ടല്ലോ. ചോദ്യം നോക്കാം. വൈ ഡിഡ് ദ ഓൾഡ് വുമൺ റെഫ്യൂസ് ടു ഷെയർ ഫുഡ് വിത്ത് ദ ട്രാവലർ? എന്തുകൊണ്ടാണ് ആ വൃദ്ധ യാത്രികനുമായി ഭക്ഷണം പങ്കുവയ്ക്കാൻ തയ്യാറാകാതിരുന്നത്? എന്തുകൊണ്ടാണ്? ദ ഓൾഡ് വുമൺ റെഫ്യൂസ് ടു ഷെയർ ഫുഡ് വിത്ത് ദ ട്രാവലർ ആസ് ദേ ഡിഡ് നോട്ട് ഹാവ് ഇനഫ് ഫുഡ് ഫോർ ദംസെൽവ്സ്. അവർക്ക് കഴിക്കാൻ തന്നെ തികച്ചും ഭക്ഷണമില്ലാതിരുന്നത് കൊണ്ട് ആ വൃദ്ധ യാത്രക്കാരന് ഭക്ഷണം കൊടുക്കാൻ തയ്യാറായില്ല. അടുത്ത ചോദ്യം നോക്കൂ. ഡു യു എഗ്രി വിത്ത് വാട്ട് ഷീ സെഡ്? അവർ പറഞ്ഞതുമായി നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ആൻസർ, നോ. ദ സൂപ്പ് സ്റ്റോൺ. സൂപ്പ് കല്ല്. ദ ട്രാവലർ പിക്ക്ഡ് അപ്പ് എ റൗണ്ട് സ്റ്റോൺ ഫ്രം ഹിസ് ബാഗ് ആൻഡ് നോക്ക്ഡ് അഗെയിൻ. യാത്രികൻ അവൻ്റെ ബാഗിൽ നിന്ന് ഒരു ഉരുണ്ട കല്ലെടുത്ത് വാതിലിൽ വീണ്ടും മുട്ടി. ദ ഓൾഡ് വുമൺ ഓപ്പൺ ദ ഡോർ. വാട്ട് നൗ? ഷീ ആസ്ക്ഡ്, ഫീലിംഗ് ഇറിറ്റേറ്റഡ്. വൃദ്ധ കതക് തുറന്നു. ഇനി എന്താ? കുറച്ച് നീരസത്തോടെ അവർ ചോദിച്ചു. I am going to make stone soup, the traveler announced. It's delicious.
ഞാൻ കല്ല് സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്, യാത്രികൻ അറിയിച്ചു. അനൗൺസ്ഡ് അറിയിച്ചു എന്നാണ്. അത് വളരെ രുചികരമാണ്. ഇറ്റ്സ് ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ അത് വളരെ രുചികരമാണ്. സ്റ്റോൺ സൂപ്പ്, ദ വുമൺ ഗിഗിൾഡ്. കല്ല് സൂപ്പോ? ആ സ്ത്രീ കുലുങ്ങിച്ചിരിച്ചു. ഹൗ ക്യാൻ യു മേക്ക് സൂപ്പ് ഫ്രം എ സ്റ്റോൺ? കല്ലിൽ നിന്ന് എങ്ങനെയാണ് സൂപ്പ് ഉണ്ടാക്കുന്നത്? ഓ യെസ് ഐ ക്യാൻ, ദ ട്രാവലർ സെഡ്. ഓ അതെനിക്കറിയാം, യാത്രികൻ പറഞ്ഞു. ഹി ലുക്ക്ഡ് സോ കോൺഫിഡൻറ്റ്. അയാൾ വളരെ ആത്മവിശ്വാസമുള്ളവനായി കാണപ്പെട്ടു. ദ വുമൺ ലെറ്റ് ഹിം ഇൻ. സ്ത്രീ അവനെ അകത്തേക്ക് കയറാൻ അനുവദിച്ചു. ഇവിടെ 2 ചോദ്യമുണ്ട്, നോക്കാം. വൈ ഡിഡ് ദ ഓൾഡ് വുമൺ ഗിഗിൾ? വൃദ്ധ കുലുങ്ങിച്ചിരിച്ചത് എന്തുകൊണ്ടാണ്? ദ ഓൾഡ് വുമൺ ഗിഗിൾഡ് ബിക്കോസ് ദ ട്രാവലർ ടോൾഡ് ഹർ ദാറ്റ് ഹി കുഡ് മേക്ക് സൂപ്പ് ഫ്രം എ സ്റ്റോൺ. ഒരു കല്ലുകൊണ്ട് സൂപ്പുണ്ടാക്കാൻ തനിക്ക് കഴിയുമെന്ന് യാത്രക്കാരൻ പറഞ്ഞതുകൊണ്ടാണ് ആ വൃദ്ധ കുലുങ്ങിച്ചിരിക്കാൻ കാരണം. അടുത്ത ചോദ്യം നോക്കൂ. വൈ ഡിഡ് ദ ഓൾഡ് വുമൺ ലെറ്റ് ദ ട്രാവലർ ഇൻ? എന്തുകൊണ്ടാണ് വൃദ്ധ യാത്രികനെ വീടിനുള്ളിൽ പ്രവേശിപ്പിച്ചത്? ദ ഓൾഡ് വുമൺ ലെറ്റ് ഹിം ഇൻ ബിക്കോസ് ദ ട്രാവലർ ലുക്ക്ഡ് വെരി കോൺഫിഡൻറ്റ്. യാത്രക്കാരൻ വളരെ ആത്മവിശ്വാസമുള്ളവനായി കാണപ്പെട്ടതിനാൽ ആ വൃദ്ധ അയാളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. ആ യാത്രികനെ നോക്കൂ, അകത്ത് കയറി കല്ല് സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി. കണ്ടോ? ദ ഡെലീഷ്യസ് ഡിഷ്. രുചികരമായ ഭക്ഷണം. ഫിൽ ദ പോട്ട് വിത്ത് വാട്ടർ, പുട്ട് ഇറ്റ് ഓൺ ദ ഫയർ, സെഡ് ദ യങ് ട്രാവലർ. കലത്തിൽ വെള്ളം നിറച്ച് അടുപ്പത്ത് വയ്ക്കൂ, യുവയാത്രികൻ പറഞ്ഞു. ദ ഓൾഡ് വുമൺ ഡിഡ് സോ. വൃദ്ധ അങ്ങനെ ചെയ്തു. സൂൺ ദ വാട്ടർ ബിഗാൻ ടു ബബിൾ. പെട്ടെന്ന് വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. ദ ട്രാവലർ വാഷ്ഡ് ദ ബിഗ് റൗണ്ട് സ്റ്റോൺ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദ പോട്ട്. യാത്രികൻ ആ വലിയ ഉരുണ്ടക്കല്ല് കഴുകി കലത്തിലിട്ടു. ഹി സ്റ്റെയർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. അവൻ വീണ്ടും വീണ്ടും സൂപ്പ് ഇളക്കി. ആസ് ഹി സ്റ്റെയർഡ് ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. ഇളക്കുന്നതിനിടെ അവൻ ഒരു മൂളിപ്പാട്ട് പാടി. ദെൻ ഹി ടേസ്റ്റ് ഇറ്റ് ആൻഡ് സെഡ്. അത് രുചിച്ചിട്ട് അവൻ പറഞ്ഞു, ഇറ്റ്സ് ആൾമോസ്റ്റ് റെഡി. അത് ഏതാണ്ട് തയ്യാറായി. ബട്ട് എ പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് എ ബിറ്റ് ഓഫ് ബട്ടർ വുഡ് മേക്ക് ഇറ്റ് ബെറ്റർ. പക്ഷേ ഒരു നുള്ള് ഉപ്പും അല്പം ബട്ടറും ചേർത്താൽ കുറച്ചുകൂടി ഇത് നന്നാകും. ദ ഓൾഡ് വുമൺ ഹാഡ് സം സോൾട്ട് ആൻഡ് ബട്ടർ, സോ ഷീ ആഡഡ് ദം ടു ദ പോട്ട്. വൃദ്ധയുടെ കൈവശമുണ്ടായിരുന്ന ഉപ്പും ബട്ടറും അവർ കലത്തിലേക്ക് ചേർത്തു. ഇതിൽ ഉള്ള ചോദ്യം നോക്കാം. ക്യാൻ ദ യങ് ട്രാവലർ റിയലി മേക്ക് സൂപ്പ് വിത്ത് ബട്ടർ, സോൾട്ട് ആൻഡ് സ്റ്റോൺ? ബട്ടറും ഉപ്പും കല്ലും ഉപയോഗിച്ച് യാത്രികന് യഥാർത്ഥത്തിൽ സൂപ്പ് ഉണ്ടാക്കാൻ കഴിയുമോ? ആൻസർ എന്ത് വരും? നോ. ദ ഇൻഗ്രീഡിയൻസ്, ചേരുവകൾ. ഈസ് ദ സൂപ്പ് റെഡി? ആസ്ക്ഡ് ദ ഓൾഡ് വുമൺ. സൂപ്പ് തയ്യാറായോ? വൃദ്ധ ചോദിച്ചു. ഓ നോ നോട്ട് എറ്റ്, സെഡ് ദ യങ് ട്രാവലർ. ഓ ഇല്ല, ഇതുവരെ ആയില്ല, യുവയാത്രികൻ പറഞ്ഞു. ഇറ്റ് ഈസ് ഡെലീഷ്യസ് ആൻഡ് ഫുൾഫില്ലിംഗ്. ഇത് രുചിയുള്ളതും തൃപ്തികരവുമാണ്. ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ് യു കുഡ് എവർ ഇമാജിൻ. നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തത്ര രുചിയുള്ളതാണ്. ബട്ട് ആൻ അനിയൻ ഓർ ടു വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റിയർ. പക്ഷേ 1-2 സവോള ഇതിനെ കൂടുതൽ രുചിയുള്ളതാക്കും. ദ ഓൾഡ് വുമൺ സ്ലൈസ്ഡ് സം അനിയൻസ് ആൻഡ് ആഡഡ് ദം ഇൻ ടു ദ പോട്ട് വിത്ത് ദ സൂപ്പ് സ്റ്റോൺ. വൃത്ത കുറച്ച് സവോള അരിഞ്ഞ് സൂപ്പ് കല്ലിനൊപ്പം കലത്തിൽ ഇട്ടു. ദ അരോമ സ്പ്രെഡ് ഔട്ട് ത്രൂ ദ വിൻഡോ, ഡ്രോയിങ് ദ അറ്റൻഷൻ ഓഫ് എ നെയ്ബർ. ജനലിൽ കൂടി പരന്ന സുഗന്ധം, അരോമ സുഗന്ധം, ഒരു അയൽക്കാരൻ്റെ ശ്രദ്ധ ആകർഷിച്ചു. വാട്ട് ആർ യു കുക്കിംഗ്? ഹി ആസ്ക്ഡ്. താങ്കൾ എന്താണ് പാചകം ചെയ്യുന്നത്? അയാൾ ചോദിച്ചു. സ്റ്റോൺ സൂപ്പ്, ദ ട്രാവലർ സെഡ്. കല്ല് സൂപ്പ്, യാത്രികൻ പറഞ്ഞു. സ്റ്റോൺ സൂപ്പ്? ഐ ഹാഡ് നെവർ ഹിയർഡ് ഓഫ് സച്ച് എ തിങ്, സെഡ് ദ വില്ലേജർ. കല്ല് സൂപ്പോ? അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല, ഗ്രാമവാസി പറഞ്ഞു. യെസ് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ സൂപ്പ്. അതെ, ഇതൊരു പ്രത്യേക സൂപ്പാണ്. ഡു യു ഹാവ് എനിത്തിങ് ടു ആഡ്? ദ ട്രാവലർ ആസ്ക്ഡ്. യെസ് ഐ ഹാവ് സം ടേണിപ്സ് ആൻഡ് ബീൻസ്, ദ നെയ്ബർ റിപ്ലൈഡ്. ഉണ്ട്, എൻ്റെ കയ്യിൽ കുറച്ച് മുള്ളങ്കിയും ബീൻസുമുണ്ട്, അയൽക്കാരൻ മറുപടി പറഞ്ഞു. ഹി റാൻ ഹോം, ബ്രോഡ് ദം ആൻഡ് ആഡഡ് ടു ദ പോട്ട്.
അയാൾ വീട്ടിലേക്ക് ഓടി അവ കൊണ്ടുവന്ന് കലത്തിലേക്ക് ചേർത്തു. ഇനി ഇവിടെ ചോദ്യമുണ്ട്, നോക്കാം. വൈ ഡിഡ് ദ നെയ്ബർ കം ടു ദ വുമൺസ് ഹൗസ്? എന്തുകൊണ്ടാണ് അയൽക്കാരൻ സ്ത്രീയുടെ വീട്ടിൽ വന്നത്? ദ നെയ്ബർ കെയിം ടു ദ വുമൺസ് ഹൗസ് ഫീലിംഗ് ദ അരോമ ഓഫ് ദ സൂപ്പ്. സൂപ്പിൻ്റെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് അയൽക്കാരൻ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് വന്നു. അടുത്ത ചോദ്യം നോക്കൂ. വാട്ട് അതർ ഇൻഗ്രീഡിയൻസ് ക്യാൻ ബി ആഡഡ് ടു മേക്ക് ദ സൂപ്പ് ബെറ്റർ? സൂപ്പ് കുറച്ചുകൂടി നന്നാക്കാൻ മറ്റ് എന്തൊക്കെ ചേരുവകൾ ചേർക്കാം? നിങ്ങൾക്ക് എന്താണോ ചേർക്കാൻ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് അത് എഴുതിയാൽ മതിയാകും. ദ ക്യൂരിയോസിറ്റി, ആകാംക്ഷ. ദ വില്ലേജേഴ്സ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ദ സ്ട്രേഞ്ച് ഡിഷ് സ്റ്റോൺ സൂപ്പ്. ഗ്രാമവാസികൾ, വില്ലേജേഴ്സ്, വിചിത്ര വിഭവമായ കല്ലു സൂപ്പിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. വൺ ബൈ വൺ ദേ ഫോളോവ്ഡ് ദ ഡെലീഷ്യസ് അരോമ. ഓരോരുത്തരായി മണം പിടിച്ചു പുറകെ ഇതിൻ്റെ ആ ഡിഷിൻ്റെ അരോമ ഉണ്ടല്ലോ, ആ സുഗന്ധം പിടിച്ച് എന്താണ് അതിൻ്റെ പുറകെ പോയി. ഈസ് ദ സൂപ്പ് റെഡി? ആസ്ക്ഡ് ദ വില്ലേജേഴ്സ്. സൂപ്പ് തയ്യാറായോ? ഗ്രാമവാസികൾ ചോദിച്ചു. ഓ നോ, നോട്ട് യെറ്റ്, സെഡ് ദ യങ് ട്രാവലർ. ഓ ഇല്ല, ഇതുവരെ ആയിട്ടില്ല, യുവയാത്രികൻ പറഞ്ഞു. ദിസ് സൂപ്പ് ഈസ് ഗുഡ്. ഈ സൂപ്പ് നല്ലതാണ്. ബട്ട് എ ക്യാരറ്റ് ഓർ ടു വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റിയർ. ഈ സൂപ്പ് നല്ലതാണ്, പക്ഷേ 1-2 ക്യാരറ്റ് ഇതിന് കൂടുതൽ രുചി നൽകും. ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ, സെഡ് ദ യങ് ലേഡി. ഞാൻ പോയി എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കുറച്ച് ക്യാരറ്റ് കൊണ്ടുവരാം, ഒരു യുവതി പറഞ്ഞു. ഷി പുൾഡ് ഔട്ട് സം ഫ്രഷ് ക്യാരറ്റ്സ് ഫ്രം ഹെർ ഗാർഡൻ ആൻഡ് ബ്രോട്ട് ഇറ്റ് ബാക്ക് ടു ദ ഓൾഡ് വുമൺസ് ഹൗസ്. അവൾ തൻ്റെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കുറച്ച് പുതിയ ക്യാരറ്റ്സ് പറിച്ചെടുത്ത് വൃദ്ധയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ദെൻ ഷീ ചോപ്ഡ് ആൻഡ് ആഡഡ് ദം ടു ദ സൂപ്പ്. അവൾ അത് ചെറിയ കഷ്ണങ്ങളായി സൂപ്പിൽ ചേർത്തു. ദ ട്രാവലർ സ്റ്റെയർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. ട്രാവലർ സൂപ്പ് വീണ്ടും വീണ്ടും ഇളക്കി. ആസ് ഹി സ്റ്റെയർഡ് ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ അയാൾ ഒരു മൂളിപ്പാട്ട് പാടി. ഇവിടെ തന്നിട്ടുള്ള 2 ചോദ്യം നോക്കൂ. വാട്ട് ഹാപ്പൻഡ് വെൻ ദ സൂപ്സ് അരോമ സ്പ്രെഡ്? സൂപ്പിൻ്റെ സുഗന്ധം പരന്നപ്പോൾ എന്ത് സംഭവിച്ചു? വെൻ ദ സൂപ്സ് അരോമ സ്പ്രെഡ് ദ വില്ലേജേഴ്സ് ഫോളോവ്ഡ് ദ ഡെലീഷ്യസ് അരോമ വൺ ബൈ വൺ. സൂപ്പിൻ്റെ സുഗന്ധം പരന്നപ്പോൾ ഗ്രാമവാസികൾ ആ രുചികരമായ മണം പിന്തുടർന്ന് ഓരോരുത്തരായി എത്തിച്ചേർന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഓൺ റീച്ചിങ് ദ ഗാർഡൻ വാട്ട് ഡിഡ് ദ ലേഡി ഡു? പച്ചക്കറിത്തോട്ടത്തിൽ എത്തിയിട്ട് യുവതി എന്താണ് ചെയ്തത്? ഷീ പുൾഡ് ഔട്ട് സം ഫ്രഷ് ക്യാരറ്റ്സ് ഫ്രം ദ ഗാർഡൻ. അവളുടെ പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് അവൾ ഫ്രഷായിട്ടുള്ള കുറച്ച് ക്യാരറ്റ്സ് എന്ത് ചെയ്തു? പിഴുതെടുത്തു അല്ലേ. ദ ഹാപ്പിനെസ്, സന്തോഷം. ഈസ് ദിസ് സൂപ്പ് റെഡി? ആസ്ക്ഡ് അനദർ വില്ലേജർ. സൂപ്പ് തയ്യാറായോ? മറ്റൊരു ഗ്രാമവാസി ചോദിച്ചു. ഓ നോ, നോട്ട് യെറ്റ്, സെഡ് ദ യങ് ട്രാവലർ. ഓ ഇല്ല, ഇതുവരെ ആയില്ല, യുവയാത്രികൻ പറഞ്ഞു. ദിസ് സൂപ്പ് ഈസ് ഡെലീഷ്യസ് ബട്ട് ചിക്കൻ വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റ് ഈവൻ ബെറ്റർ. ഈ സൂപ്പ് സ്വാദിഷ്ടമാണ്, പക്ഷേ ചിക്കൻ കൂടിയുണ്ടെങ്കിൽ ഇത് കൂടുതൽ രുചികരമാകും. ഹിയറിംഗ് ദിസ് എൻ ഓൾഡ് ഫാർമർ വെന്റ് ടു ഹിസ് ഹൗസ് ആൻഡ് ബ്രോട്ട് എ ചിക്കൻ. ഇത് കേട്ട് വൃദ്ധനായ ഒരു കർഷകൻ അയാളുടെ വീട്ടിൽ പോയി ചിക്കൻ കൊണ്ടുവന്നു. The old woman and the traveler cut the chicken and put it into the pot along with the carrot, the onions and the soup stone. വൃദ്ധയും യാത്രികനും ചേർന്ന് ചിക്കൻ മുറിച്ച് ക്യാരറ്റിൻ്റെയും സവോളയുടെയും സൂപ്പ് കല്ലിൻ്റെയും കൂടെ കലത്തിലിട്ടു. ഫൈനലി ദ യങ് ട്രാവലർ സ്പ്രിങ്കിൾഡ് സ്പൈസസ് ഇൻ ടു ദ പോട്ട്. അവസാനം യുവയാത്രികൻ കുറച്ച് സുഗന്ധ വ്യഞ്ജനങ്ങൾ കലത്തിൽ വിതറി. ഹി സ്റ്റെയർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. അയാൾ ആ സൂപ്പ് നന്നായി ഇളക്കി. ആസ് ഹി സ്റ്റെയർഡ് ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. ഇളക്കുന്നതിനിടയിൽ അവൻ ഒരു മൂളിപ്പാട്ട് പാടി. നമ്മുടെ ഈ യങ് ട്രാവലർ എപ്പോൾ സൂപ്പ് ഇളക്കിയാലും ഒരു മൂളിപ്പാട്ട് പാടിയേ ഇളക്കത്തുള്ളൂ. ചില കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ ചില കുട്ടികളോ ചിലരോ കുളിക്കുമ്പോഴാണ് മൂളിപ്പാട്ട് പാടുന്നത് അല്ലേ. ഈ യാത്രികൻ എന്താ ഈ സൂപ്പ് ഇളക്കുമ്പോൾ. നോക്കൂ കുട്ടികളെ, ഇനി ഒരു ചോദ്യമുണ്ട്, നോക്കൂ. വാട്ട് ഡിഡ് ദേ ഡു വിത്ത് ദ ചിക്കൻ? അവർ ചിക്കൻ എന്താണ് ചെയ്തത്? ദേ കട്ട് ദ ചിക്കൻ ആൻഡ് പുട്ട്
പുട്ട് ഇറ്റ് ഇൻ ടു ദ പോട്ട്. അവർ കട്ട് ചെയ്ത് ചിക്കൻ എന്ത് ചെയ്തു? ആ പോട്ടിൽ, ആ കലത്തിൽ ഇട്ടു. ആ ചിത്രത്തിൽ നോക്കിയ സൂപ്പ് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വില്ലേജേഴ്സ് വരിയായിട്ട് നിൽപ്പുണ്ട് സൂപ്പിന് വേണ്ടി. ദ ടേസ്റ്റി സൂപ്പ്, സ്വാദിഷ്ടമായ സൂപ്പ്. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ദ വില്ലേജേഴ്സ് ആസ്ക്ഡ്, ഈസ് ദിസ് സൂപ്പ് റെഡി? കുറച്ച് സമയത്തിന് ശേഷം ഗ്രാമവാസികൾ ചോദിച്ചു, സൂപ്പ് തയ്യാറായോ? ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ്സ് ഗുഡ്, സെഡ് ദ യങ് ട്രാവലർ ലിക്കിംഗ് ഹിസ് ലിപ്സ്. ഇതിന് നല്ല മണവും രുചിയുമുണ്ട്, യുവയാത്രികൻ ചുണ്ട് നക്കിക്കൊണ്ട് പറഞ്ഞു. നൗ ദ സൂപ്പ് ഈസ് റെഡി ടു സെർവ്, ഹി അനൗൺസ്ഡ്. സൂപ്പ് വിളമ്പാൻ തയ്യാറാണ്, അയാൾ വിളിച്ചു പറഞ്ഞു. ദ ഓൾഡ് വുമൺ ഹറിഡ് ടു ഗെറ്റ് എ ഫ്യൂ ബൗൾസ്. വൃദ്ധ തിടുക്കത്തിൽ കുറച്ച് പാത്രങ്ങളെടുത്തു. ദ യങ് ട്രാവലർ ടുക്ക് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ദ പോട്ട്, ക്ലീൻഡ് ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ഹിസ് പോക്കറ്റ്. യുവയാത്രികൻ കലത്തിൽ നിന്ന് കല്ല് പുറത്തെടുത്ത് വൃത്തിയാക്കി അയാളുടെ പോക്കറ്റിലിട്ടു. ദെൻ ദ ട്രാവലർ പോർഡ് ദ സൂപ്പ് ഇൻ ടു ദ ബൗൾസ് ഓൺ ദ ടേബിൾ. എന്നിട്ട് യാത്രികൻ മേശയിലുള്ള പാത്രങ്ങളിൽ സൂപ്പ് വിളമ്പി. ദ വില്ലേജേഴ്സ് ടേസ്റ്റഡ് ദ സൂപ്പ് ആൻഡ് എക്സ്ക്ലൈംഡ്, ഇറ്റ് ഈസ് റിയലി ഡെലീഷ്യസ്. ഗ്രാമവാസികൾ സൂപ്പ് രുചിച്ചു നോക്കി അത്ഭുതത്തോടെ പറഞ്ഞു, ഇത് ശരിക്കും സ്വാദിഷ്ടം തന്നെ. ഇവിടെ ഒരു ചോദ്യമുണ്ട്, നോക്കൂ. പിക്ക് ഔട്ട് ദ സെൻറ്റൻസസ് വിച്ച് ഷോ ദാറ്റ് ദ സൂപ്പ് ഈസ് വെരി ടേസ്റ്റി. സൂപ്പ് രുചികരമാണെന്ന് കാണിക്കുന്ന വാക്യങ്ങൾ കണ്ടെത്തൂ. രണ്ടാമത്തെ വരി നോക്കൂ. ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ്. ഇതിൻ്റെ സ്മെല്ലും ടേസ്റ്റും എന്താണ്? നല്ലതാണ് അല്ലേ എന്ന് പറയുന്നത്. അത് ഏറ്റവും അവസാനത്തെ ലൈൻ നോക്കൂ. ഇറ്റ് ഈസ് റിയലി ഡെലീഷ്യസ് എന്നുള്ളതും ഈ രണ്ട് സെൻറ്റൻസും നമുക്ക് ആണ് ഇതിൽ വരുന്നത്. ഈ ചിത്രം നോക്കൂ. ട്രാവലർ ഗ്രാമവാസികൾക്ക് ടാറ്റ പറഞ്ഞു പോവുകയാണല്ലേ. ദ റിയലൈസേഷൻ, തിരിച്ചറിവ്. വി വുഡ് ഓൾസോ ലൈക്ക് ടു മേക്ക് ദിസ് സൂപ്പ്. വെയർ ക്യാൻ വി ഗെറ്റ് സച്ച് എ മാജിക് സ്റ്റോൺ? ആസ്ക്ഡ് ദ വില്ലേജർ. ഞങ്ങൾക്ക് ഈ സൂപ്പ് ഉണ്ടാക്കാൻ താല്പര്യമുണ്ട്. ഇതുപോലൊരു മാന്ത്രിക കല്ല് എവിടെ കിട്ടും? ഒരു ഗ്രാമവാസി ചോദിച്ചു. ദ ട്രാവലർ സ്മൈൽഡ് ആൻഡ് ടുക്ക് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് ആൻഡ് സെഡ്. യാത്രികൻ ചിരിച്ചുകൊണ്ട് കല്ല് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞു, ലുക്ക്, ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഓർഡിനറി സ്റ്റോൺ. നോക്കൂ, ഇതൊരു സാധാരണ കല്ലാണ്. ദ സൂപ്പ് ടേസ്റ്റഡ് ഗുഡ് because of all the yummy vegetables and chicken you shared. സൂപ്പിന് രുചി ഉണ്ടാകാൻ കാരണം നിങ്ങൾ പങ്കുവച്ച രുചിയുള്ള പച്ചക്കറികളും ചിക്കനുമാണ്. ദ വില്ലേജേഴ്സ് വെയർ സർപ്രൈസ്ഡ്. ഗ്രാമവാസികൾ അത്ഭുതപ്പെട്ടു. ദ മേക്കിംഗ് ഓഫ് ദ സൂപ്പ് ബ്രോട്ട് ദ വില്ലേജേഴ്സ് ടുഗെദർ. സൂപ്പ് ഉണ്ടാക്കാൻ ആ ഗ്രാമവാസികളെ ഒന്നിപ്പിച്ചു. ഫ്രം ദേ ഓൺവേർഡ്സ് they shared their food and lived happily ever after. അന്നു മുതൽ അവർ തങ്ങളുടെ ഭക്ഷണം പങ്കുവെച്ച് സന്തോഷത്തോടെ ജീവിച്ചു. ഇവിടെ രണ്ട് ചോദ്യമുണ്ട്, നോക്കൂ. ഡു യു തിങ്ക് ദ ട്രാവലർ പ്ലേഡ് എ ട്രിക്ക് ഓൺ ദ വില്ലേജേഴ്സ്? വൈ ഡു യു തിങ്ക് സോ? യാത്രികൻ ഗ്രാമവാസികളുടെ അടുത്ത് ഒരു സൂത്രം പ്രയോഗിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത്? Yes, the traveler played a trick on the villagers to teach them a lesson. അതെ, ഗ്രാമവാസികളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി യാത്രക്കാരൻ അവരെ ഒരു തന്ത്രത്തിലൂടെ കബളിപ്പിച്ചു. അടുത്ത ചോദ്യം നോക്കൂ. വാട്ട് ലെസൺ ഡസ് ദ സ്റ്റോറി ദ സ്റ്റോൺ സൂപ്പ് ടീച്ചേഴ്സ്? ദ സ്റ്റോൺ സൂപ്പ് എന്ന കഥ നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ദ സ്റ്റോറി ടീച്ചേഴ്സ് അസ് ദ ലെസൺസ് ഓഫ് യൂണിറ്റി, ലവ് ആൻഡ് ഷെയറിംഗ്. ഒത്തൊരുമയുടെയും സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും പാഠങ്ങളാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതോടുകൂടി ദ സ്റ്റോൺ സൂപ്പ് എന്ന കഥാഭാഗം അവസാനിച്ചു. നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം. വീണ്ടും കാണും വരെ ബൈ.